ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുവായി വന്ന് നമുക്കു ജീവിതവഴിയിൽ സന്തോഷത്തിന്റെ മാർഗം തെളിയിച്ചു തന്ന ആ മഹാഗുരു തന്നുപോയ ദിവ്യവചനങ്ങളത്രയും സനാതനമായ ഒരിക്കലും നാശമില്ലാത്ത അറിവുകൾ നിറഞ്ഞതാണ്. അത് ആർക്കും ആനന്ദവും ചാരിതാർത്ഥ്യവും നൽകുന്നവയുമാണ്. കൃപയും ജ്ഞാനവും ഫലിതവും കൂട്ടും മധുരപാവന മനോജ്ഞ വാണികൾ എന്നാണ് സ്വതന്ത്രചിന്തകനായ സഹോദരൻ അയ്യപ്പൻ ഗുരുദേവ തിരുവാണികളെ വിശേഷിപ്പിച്ചത്. ശ്രീ നടരാജഗുരു രേഖപ്പെടുത്തിയതോ ആ തിരുവാണികൾ യുഗങ്ങളിലെ സംശയവും തീർത്തുകൊടുക്കുവാൻ പര്യാപ്തമാണ് എന്നാണ്. ഗുരുദേവ് തൃപ്പാദങ്ങൾ വാദികൾക്കു മഹാവാദിയും വാചം യമികൾക്ക് മൗനത്താൽ മഹാവ്യാഖ്യാനം ചമയ്ക്കുന്ന ദക്ഷിണാമൂർത്തിയും ആയിരുന്നുവെന്ന് ശിവലിംഗസ്വാമികൾ തുടങ്ങിയ ഗുരുദേവ ശിഷ്യ പ്രമുഖർ സത്യകഥനം ചെയ്തിട്ടുണ്ട്. മഹാകവി കുമാരനാശാൻ ആകട്ടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്ന പരമമായ ജ്ഞാനം അതിൽ വടിവാർന്ന ഗുരുദേവൻ വേദത്തെപ്പോലെ ഓതുന്നു അറിവ് എന്നും ഭക്തിപുരസ്സരം വിലയിരുത്തിയിരുന്നു. ഇപ്പറഞ്ഞ മഹത്തായ വിലയിരുത്തലുകളെയൊക്കെയും ഉൾക്കൊള്ളുമ്പോൾ മഹാഗുരു നമുക്കു തന്നുപോയ ജ്ഞാനസമുദ്രത്തിൽ നിന്ന് ഒരു പവിഴമുത്തെടുത്തു നമ്മുടെ ശ്രദ്ധയെ അതിലേക്കു കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നതും നല്ലതാണ്. 100 കൊല്ലം ഇരുളടഞ്ഞു കിടന്ന 100 കൊല്ലം പഴക്കമുള്ള ഇരുളിനെയും ഈ നിമിഷം കത്തിക്കുന്ന ഒരു വിളക്കിന്റെ പ്രകാശത്താൽ ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഒരിക്കൽ ഗുരുദേവൻ അറിവിന്റെ പാത തെളിയിക്കുന്നതിലേക്കായി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. അറിവ് നിറഞ്ഞ ഈ ലോകത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ നിത്യവും അനിത്യവുമായ അറിവാണുള്ളത്. ഇവയെ അറിയുന്നതിലേക്കായി വേറിട്ടെടുത്തു കാട്ടിയുള്ള അറിവുകൾ നിറഞ്ഞ കൃതികളും നമുക്ക് മഹാഗുരു സമ്മാനിച്ചിട്ടുണ്ട്. ആത്മോപദേശത്തിലടങ്ങിയ അറിവിലൂടെ ഒരു മഹത്തായ സന്ദേശവും നമുക്ക് പകർന്നു തന്നു. ജീവിതത്തിൽ വെളിച്ചം പകർന്നവരെ ചേർത്തു പിടിക്കുക, ഇരുട്ടു പകർന്നവരോടു നന്ദി പറയുക. എന്താണു കാരണം, വെളിച്ചത്തിന്റെ മഹത്വം എന്താണെന്നു മനസ്സിലാക്കുവാൻ ഇരുട്ട് ഉണ്ടായാലേ മതിയാകയുള്ളൂ. നമസ്തേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.